ഹലോ ഗായ്സ്, നമ്മളിന്ന് വാഗമൺ പോവുകയാണ്. Hey guys, welcome back to my channel. So ഞാൻ പറഞ്ഞ പോലെ we are going to Vagamon for a one-day staycation. Honestly, കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ട്രിപ്പ് പോകുന്നത് and we are actually super excited. And of course, road trip is never complete without snacks. റീസെൻ്റ്ലി ഞാൻ കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബേക്കറി കാക്കനാട് ഉള്ളത്, വിച്ച് ഇസ് കോൾഡ് മാഡ് ബാറ്റർ ബേക്കറി. സോ അവിടുത്തെ പഫ്സ് ആൻഡ് ബ്രൗണീസ് ആർ വെരി ഫേമസ്. സോ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായി. As I said, this is their egg puffs and it tastes so good. Even after this trip, I had their puffs so many times and I really recommend you guys to try their egg puffs. Next, I tried their lotus biscuit brownie. That was also super good. Around 2 o'clock we had a lunch. നമ്മൾ ക്രോസാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് വി ഏറ്റ്. ലഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. While we were on the road, we spotted a really beautiful place. One side it was a busy road and another side was a very calm lake. So we stopped there for a while and we have clicked some pictures and then we have continued our trip. Then we started going up the mountain and the weather suddenly became really cold. On the way we spotted another beautiful spot. Literally there was no one on the road. So we booked an Airbnb in Vagamon and actually we are not planning to visit any touristy spot there. So we just wanted to chill and relax. The stay looks so good and it feels really cozy. This is a balcony view. There is a small pond and the beautiful mountain right in front. Honestly, I can't wait for the sunrise here. Later we came down to the kitchen to have some food. We were really hungry because we didn't have a proper meal. കഴിച്ച് കഴിഞ്ഞിട്ട് so we were actually planning to go for a small walk. So as I said, we were not actually planning to visit any touristy spot. നമ്മളിവിടെ ആക്ച്വലി ഭയങ്കര ഒരു പീക്ക് സീസണിലാണ് വന്നത്. സോ we really didn't want to be in the crowd. So I've already been to Vagamon before. So this time all I wanted was to chill and rest. എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? ലുലു മോൾ. ഫോഗിൻ്റെ ഇടയിൽ കൂടെ പട്ടി വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ പട്ടിയെ തുരത്താനുള്ള കൊട കാണിച്ചേ. എനിക്കറിയാൻ പാടില്ല.
എൻ്റെ ബാക്കിൽ മൊത്തം ഫോഗാണ് ഗായ്സ്. നിന്റെ ബാക്കിലോ? കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം വി വർ ആക്ച്വലി ഗോയിങ് ഫോർ ദ വാക്ക്. സോ നമ്മുടെ കെയർ ടേക്കർ ചേട്ടൻ ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളിങ്ങനെ തപ്പി പോകുമെന്നാണ് നിങ്ങളീ കാണുന്നത്. ഹായ് ഗായ്സ്, നമ്മളിപ്പം വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റേഴ്സ് കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് എത്തും. അപ്പോൾ ഇനിയും കാഴ്ചകൾ അവിടെ എത്തിയിട്ട്. കോള കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആക്ച്വലി ഒരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. പക്ഷേ എത്തുമോ ഇല്ലയോ എന്നറിയില്ല. ഇവിടേക്ക് നോക്കുമ്പോൾ റോഡില്ലാത്ത പോലെ തോന്നും, പക്ഷേ റോഡുണ്ട്. അയ്യോ, ദീപുനെ കാണാൻ ബ്ലഡി ഫുൾ. ദീപു ദീപുവിൻ്റെ കുസൃതികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടക്കുമായിരുന്നു. ലൈക്ക് റോഡൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര ഫോഗി ആയിരുന്നു. എന്നാലും മുന്നിലേക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മൾ ആ വ്യൂ എത്തിയപ്പോൾ വ്യൂ പോയിന്റിൽ വന്നപ്പോൾ ഗൈസ് വ്യൂ ഒന്നും കാണാനില്ല, ബിക്കോസ് കോട കൊണ്ട് മൂടി കഴിഞ്ഞു. പക്ഷേ നാളെ നമ്മൾ രാവിലെ വരുന്നതായിരിക്കും, കോടയൊക്കെ മാറിയിട്ട്. അപ്പോൾ കാണിച്ചു തരാം. കോട പോയി. എക്സൈറ്റ്മെന്റ് കൊണ്ട് തുള്ളിച്ചാടി പോകുന്ന ദീപു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ കോടയൊക്കെ മാറി ഭയങ്കരമായിട്ട് ക്ലിയറായി. അങ്ങനെ നമ്മൾ പിന്നെയും ആ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. സോ ദിസ് ടൈം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഇറ്റ് വാസ് റിയലി ഓസം, ടു ബി ഓണസ്റ്റ്. ഭയങ്കര ക്ലിയർ ആയിരുന്നു സ്കൈ കാണാനായിട്ട്. ആൻഡ് സൺസെറ്റിൻ്റെ ഒരു ടൈമായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് 5:30 സംതിങ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മുന്നേ ആ ഫോഗ് മൂടിക്കിടന്ന സ്ഥലമാണെന്നേ പറയില്ല ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. ബിക്കോസ് ഇത്രയും ഈ കണ്ണിൽ കാണുന്ന ഭംഗിയൊന്നും നമ്മുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് ടു ഗുഡ്. നേരത്തെ നിന്ന സ്ഥലം ഫുള്ള് ഫോഗ് കൊണ്ട് മൂടി. ദാറ്റ് വാസ് എ പെർഫെക്റ്റ് ടൈമിങ്. വിശ്രമിക്കുന്ന ദീപു. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ. സോ അങ്ങനെ വ്യൂ ഒക്കെ കണ്ട ശേഷം ഒരു 9 ഒക്കെ ആയപ്പോഴത്തേനും വി ഹാഡ് ഡിന്നർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ക്യാരംസ് കളിച്ചു അവിടെ ഇരുന്നിട്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ദിസ് ഇസ് നെക്സ്റ്റ് ഡേ ഇൻ വാഗമൺ. സോ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ തോന്നിയത് ആ വ്യൂ ആയിരുന്നു. സോ ഞാൻ ഓടിപ്പോകുന്നത് ആ വ്യൂ കാണാനാണ്. Wasn't able to see much of a sunrise in the morning. I don't know if it's because of the fog, but still watching the sunrise in middle of the mountains felt so good. That morning freshness was amazing. It honestly felt like something straight out of a Ghibli movie. സോ നമ്മളിന്ന് രാവിലെ എണീറ്റിട്ട് പിന്നെയും വാക്കിന് പോവാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കെയർ ടേക്കർ ചേട്ടനോട് പറഞ്ഞു ഇന്നലെ കണ്ട വ്യൂ നല്ലതായിരുന്നു എന്ന്. സോ ഇന്ന് രാവിലെ പുള്ളി സജസ്റ്റ് ചെയ്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ പോണ്ട് കാണാം മുന്നിൽ. സോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴി ഫുൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു.
കുറേ ദൂരം നടന്നപ്പോഴാണ് മനസ്സിലായത് ബാൽക്കണിയിൽ നിന്ന് കാണും പോലെയല്ല, ഒരുപാട് ദൂരം ഉണ്ടെന്ന്. അറ്റ് ലാസ്റ്റ് നമ്മളെങ്ങനോ അവിടെ എത്തി. പക്ഷെ പോണ്ടിൽ ഇറങ്ങാനുള്ള പെർമിഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടും പിന്നെ ചെക്കൗട്ടിൻ്റെ ടൈം ആയതുകൊണ്ടും നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ട്രിപ്പ് എല്ലാം സൂപ്പറായിരുന്നു. സ്റ്റേ അടിപൊളിയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു, വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ബാക്ക് ടു കൊച്ചി. ബൈ.